നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ചെറിയ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ആകെ 10 സീറ്റേ ഇപ്പോൾ വെക്കുന്നുള്ളൂ ഫസ്റ്റ് റൗണ്ടിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ കൂട്ടാൻ ശ്രമിക്കാം. ഓക്കെ, സോ താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യൂ ബിഫോർ August 1. ഓക്കെ, ആൻഡ് ഒരു സർപ്രൈസ് ഉണ്ട് ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് മീറ്റിങ്ങിന് ശേഷം ഞാനത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്താണ് സർപ്രൈസ് ഉള്ളത്, ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് മീറ്റിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. ആൻഡ് അതിന് പറ്റുന്ന രീതിക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരും. പ്ലസ് നമ്മൾ ടാരോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് പോലെ ആയിരിക്കില്ല. ഓക്കെ, മനസ്സിലാക്കുക. ജസ്റ്റ് നമ്മൾ ഒന്ന് ഓവറോൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്ന രീതിയിൽ. അത് ഒരുവിധം എല്ലാവർക്കും സിമിലർ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, പല കാര്യങ്ങളും സിമിലർ ആയിരിക്കും. പിന്നെ ഒരാളോട് പറയുമ്പോൾ തന്നെ മറ്റേ ആൾക്ക് കൂടി അത് ഉപകാരപ്പെടുകയും ചെയ്യും. സോ അങ്ങനെ ഒന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എനിക്ക് കുറേ പേരോട് ഒന്നിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി എന്ന രീതിക്കാണ് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ താല്പര്യമുള്ളവർ വരൂ. ആൻഡ് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ പേഴ്സൻ്റെ മെസ്സേജ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ടാരോ ആണ്, പക്ഷേ ഓക്കെ നമുക്ക് ടാരോ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, ഇന്ന് ചാനലിൻ്റെ മെസ്സേജ് ആയിട്ടല്ല, ഞാൻ ജസ്റ്റ് വെറുതെ മെസ്സേജ് ആയിട്ട് പറയാം. ഓക്കെ, ഐ ഡോണ്ട് നോ, സ്റ്റാർട്ട് ചെയ്ത ശേഷം അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആ ഒരു ചാനലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ. ഞാൻ തൽക്കാലം പേഴ്സൻ്റെ മെസ്സേജസ് ആയിട്ട് എടുക്കാൻ തുടങ്ങാം. ഓക്കെ, ഷഫിൾ ചെയ്യേണ്ട ഇടയിലെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് വ്യൂവേഴ്സിനോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നവരുടെ മെസ്സേജ് എന്താണ്? ഇവിടെ പേഴ്സൺ നിങ്ങളെ ഒന്ന് ബ്ലോക്ക് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചൊരു ബ്ലോക്ക്ഡ് എനർജി ഉണ്ട്. അവർ നിങ്ങളോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു ഡിസ്റ്റൻസ് വെച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് അകൽച്ച വെച്ച് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ന് അവർ മേ ബി അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരല്പം അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. എന്തുകൊണ്ടോ അവർക്ക് ഇന്നൊരു ലേശം മാറി അകന്ന് നിൽക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ലെറ്റ്സ് സീ. 10 of Wands ഉണ്ട്. വാവ്, 9 of Wands, 10 of Wands. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ പറയുന്നത് ഇപ്പോൾ അവർക്ക് ഒരുപാട് ബേർഡൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അവർക്ക് ഒരുപാട് ഭാരങ്ങൾ കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ അവരുടെ ജീവിതത്തിലായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാരം ഇന്ന് അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർ മേ ബി സൈലൻ്റ് ആയിരിക്കാം, ഒന്നും പറയുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് അതിന് റീസൺ ഐ തിങ്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ഭാരമായിട്ടുണ്ട്. അതിപ്പോൾ ഫാമിലിയുടെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. സോ എവിടെ ഒരു ഭാരം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മൂൺ, യെസ്, വളരെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അവർ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അവർക്കും പല കാര്യങ്ങളും ഒരു കൺഫ്യൂഷനുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവരും ശരിയും തെറ്റും തമ്മിലൊരു തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് തമ്മിൽ എന്തോ ഒരു ചോയ്സ് എടുക്കാൻ ശ്രമിക്കുന്ന പോലെ അവരുടെ മൈൻഡ് ക്ലൗഡഡ് ആണെന്ന് പറയാം. എനിക്ക് അവരുടെ മൈൻഡും ഇപ്പോൾ ഒരുപാട് അതുപോലെ സീക്രസി കീപ്പ് ചെയ്യുന്ന പോലെയുണ്ട്. എനിക്ക് ഒരുപാട് സീക്രട്സ് ഹൈഡ് ചെയ്യുന്ന പോലെയുണ്ട്. നിങ്ങളോടൊന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പറയുന്നില്ല. അത് മാത്രമല്ല, ഈവൻ അവരുടെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അവർ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, എനിക്ക് തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും എനിക്ക് അറിയുന്നില്ല, എനിക്കൊരു കൺഫ്യൂഷനാണ്, എനിക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ലൈഫിനെ തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. 3 of Swords, യെസ്, ഒരു വിഷമം തട്ടിയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നമ്മൾ പേഴ്സൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അവർ പറയാൻ ശ്രമിക്കുന്നത് എനിക്കിപ്പോൾ ഇത് ഓക്കെ, ഐ തിങ്ക് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കൂടുതലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണ് വരുന്ന പോലെയാണ്. അല്ലാണ്ട് നിങ്ങളെക്കുറിച്ചും പറയാം മേ ബി, ബട്ട് ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ പറയുന്ന പോലെയാണ് തോന്നുന്നത്. സോ 3 of Swords എനർജി എനിക്ക് അവരുടെയാണെന്ന് പിക്ക് ചെയ്യുന്നത്. അവർക്ക് വിഷമങ്ങൾ തട്ടിയ പോലെ, അവർക്ക് എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് വന്ന പോലെ കാണുന്നുണ്ട്. അഗൈൻ, കാരണം ഈ ഒരു തീം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തോ ഗോ ത്രൂ ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻസ്. ഇപ്പോൾ അവരെ
വിഷമങ്ങളായിരിക്കാം, അവർക്ക് എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് വന്നതായിരിക്കാം, അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ ചീറ്റിങ്ങോ വലുതും വന്നതായിരിക്കാം, അവരെ ആരെങ്കിലും ചീറ്റ് ചെയ്തതായിരിക്കാം. അതിപ്പോൾ ചീറ്റ് ചെയ്ത ഏത് തരത്തിലും ആവാം, ഫൈനാൻഷ്യലി ആവാം, ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ വന്നതാവാം, ഫ്രണ്ട്സ് ആരെങ്കിലും ചീറ്റ് ചെയ്തായിരിക്കും. സോ എനിത്തിങ് സംതിങ് അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് വന്ന പോലെ ഒരു എനർജി ഉണ്ട് ഇവിടെ. അവരൊരു വിഷമത്തിലിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു വളരെ സ്ട്രോങ് ഒരു സാഡ് ഫീലിംഗ് ആണ്. ആക്ച്വലി ഈവൻ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ ഇമോഷണലാണ്, സാഡാണ് എന്നൊക്കെയാണ് എനിക്ക് വരുന്നത്. ചാരിയറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അവർ മുന്നോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് അവരുടെ ലൈഫിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഇവിടെ ഒരു മൂവ്മെൻറ്റിൻ്റെ എനർജി ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് സീ. കിങ് ഓഫ് കോയിൻസ്. യെസ്, അവർ ലൈഫിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ അവർ ലൈഫിൽ തന്നെ, എനിക്ക് അവരുടെ കാര്യത്തിലാണ് ഇതെനിക്ക് ഇന്ന് കൂടുതലും വരുന്നത്. ഐ തിങ്ക് അവരുടെ സിറ്റുവേഷനാണ്. അവരുടെ ലൈഫിൽ അവർ മേ ബി ഫൈനാൻഷ്യലി സെക്യൂർ ആവുക, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ യാത്രകൾ പോകുന്നുണ്ടാവാം ചിലവർ, കുറച്ച് പേർക്ക് അങ്ങനെയും ഉണ്ടാവും. അല്ലെങ്കിൽ അവർ തന്നെ ഒരു നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, ഫൈനാൻഷ്യലി സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്ന പോലെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. സോ ലെറ്റ്സ് സീ. ഹൈറോഫൻ്റ് ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് അവർ മാരീഡ് ആയിരിക്കും. ഓക്കെ, കാരണം കിങ് ഓഫ് കോയിൻസും ഹൈറോഫൻറ്റും പറയുന്ന മാരേജ് എനർജിയാണ്. സോ അഗൈൻ ലേഡീസ് ആവാം ജെൻസ് ആവാം, മാറ്റിയെടുത്തോളൂ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരെ ഒരു സൊസൈറ്റിയിലൊരു നിലയും വിലയും ഉള്ള വ്യക്തികളായിരിക്കും, അങ്ങനെയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ചില കടമകളുണ്ട് എന്നുള്ള രീതിക്ക് അത് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ ലൈഫിനെ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്നാലും നിങ്ങളെക്കുറിച്ച് എന്താണ്, നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കട്ടെ. ഓക്കെ, ഇതൊക്കെ അവർ സിറ്റുവേഷൻസ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളോട്. ഏസ് ഓഫ് കോയിൻസ്. യെസ്, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കോയിൻസ് ആണ്, വളരെ നല്ലതാണ് കാർഡ്. ഓക്കെ, കുറച്ചുകൂടി അവർ നമ്മൾ പറയില്ല സ്റ്റേബിൾ എനർജി അല്ലെങ്കിൽ കമ്മിറ്റഡ് എനർജി എന്നൊക്കെ പറയാം. കിങ് ഓഫ് കപ്സ്. യെസ്, സി അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിലും, ഈ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും എവിടെയോ എൻ്റെ മനസ്സിൽ അതിനോടുള്ള സ്നേഹം അത്രത്തോളം ഉണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ ചെയ്യുന്നത് അവരുടെ ചുമതല ചെയ്യുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ലൈഫ്, ഫാമിലി, പാരൻസ്, എന്ത് തന്നെ ആയാലും സൊസൈറ്റിയുടെ മുമ്പിൽ ഒക്കെ അവർ വളരെ ഇതായിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. സോ അതൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഇവിടെ മനസ്സിൽ ഫീലിങ്സ് നിങ്ങളോടാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോഴും, അതിനൊന്നും മാറ്റമില്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ ബ്ലോക്ക്ഡ് ആണ്, അകൽച്ചയുണ്ട് എന്നുണ്ടെങ്കിലും അവരുള്ളിൽ സ്നേഹം നിങ്ങളോട് വളരെയധികം ഉണ്ട്. പക്ഷേ യെസ്, ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഇപ്പോൾ അതിനുള്ള ഒരു മൂഡല്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, 8 of Wands. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ സംസാരിക്കാൻ വരും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയുമോ ഒരു വ്യക്തമായിട്ട്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഇതൊരു മൂവ്മെൻറ്റ് എനർജിയാണിതും. മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷനാണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. യെസ്, ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ വരാം എന്ന് ഒരു എനർജിയാണ് എനിക്ക് തോന്നിയത്. ഐ എം കമ്മിങ് എന്ന് പറഞ്ഞ പോലെ. സോ യെസ്, അവർ വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് തന്നെ സഡൻ ചില സമയത്ത് അവർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് നിങ്ങളെ ചാടി വരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. സോ പക്ഷേ ഇവിടെ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എനർജിയുടെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. ഇത് വന്നാലും ചിലപ്പോൾ ആ ഒരു ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ വന്നുകൊന്നിരിക്കും. ഓക്കെ, പക്ഷേ മേ ബി സ്റ്റേബിളായിട്ട് ചിലപ്പോൾ മുന്നോട്ട് അതേ എനർജിയിൽ നിൽക്കില്ല. കാരണം ഇവരുടെ ലൈഫിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. ഇതിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, ആ കോംപ്ലിക്കേഷൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങളോടുള്ള സ്നേഹം അതൊരു വശത്തുണ്ട്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനുള്ള ആ ഒരു എഫേർട്ട് കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എംപ്രസ്. യെസ്, നിങ്ങളെ കാണുന്നത് ഓക്കെ വളരെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട് അവർക്ക്. ഓക്കെ, നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളോട് കെയർ ഉണ്ട് അവർക്ക്. എന്ന് മാത്രമല്ല നിങ്ങളെ ഈവൻ ഒരു മാരേജ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് മാരേജ് ഓഫർ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്ത് കൂടെ താമസിക്കണം, കൂടെ ജീവിക്കണം, നല്ലൊരു ലൈഫായിരിക്കും എന്നിട്ട്. കാരണം നിങ്ങൾ അങ്ങനെ ഒരു നേച്ചറും ആയിരിക്കും, നിങ്ങൾ അങ്ങനെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഒരു അബണ്ടൻസ് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് ഗ്രീൻ കളർ നമ്മൾ അബണ്ടൻസിൻ്റെയാണ് പറയുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ
അങ്ങനെ ഒന്നിച്ച് ജീവിച്ചാൽ മേ ബി നിങ്ങൾ അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ലൈഫിൽ പലതും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ എവിടെയോ അത് അവർക്ക് നിലനിർത്തണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. യെസ്, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൺ സംസാരിക്കും. ഇപ്പോൾ ഇടയിൽ ബ്ലോക്കൊക്കെ ആണെങ്കിലും അതൊന്നും അങ്ങനെ ശാശ്വതമായിട്ട് നിലനിൽക്കുകയൊന്നുമില്ല. ഓക്കെ, കുറേ അങ്ങനെ മാറി നിൽക്കുകയൊന്നുമില്ല. മെസ്സേജ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട് എന്നാണ്. 4 of Wands. യെസ്, ഇത് കുറച്ച് പേർക്ക് അഗൈൻ മാരേജ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ലൈഫ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ, അതായത് നമ്മൾ പറയില്ലേ ഇതുവരെ അങ്ങനെ ഒരു അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നൊക്കെ നിന്നിരുന്നെങ്കിൽ അതിനെ ഒന്നുകൂടി സ്റ്റേബിൾ ആക്കാൻ അവർ ശ്രമിക്കും. ഓക്കെ, അഗൈൻ ഗ്രീൻ എനർജിയാണ്, ഹാർട്ട് എനർജിയാണ് വരുന്നത്. അവർ ഹാർട്ട് ഓപ്പൺ ആവുന്ന പോലെ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, എനിവേ ഫീലിങ്സിൽ നിങ്ങൾ തന്നെയാണ്. 10 of Coins, ഫാമിലി കാർഡ് അഗൈൻ. ഓക്കെ, ഇത് അഗൈൻ 2 തരത്തിലെടുക്കാം. ഒന്ന് അവരുടെ ഫാമിലി ഓൾറെഡി ഉള്ളവരായിരിക്കും, അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പക്ഷെ അല്ലെങ്കിലും നിങ്ങളുമായിട്ടും അവരൊരു സ്റ്റേബിൾ ലൈഫ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Ace of Coins തുടങ്ങിയിരുന്നു, 10 of Coins എത്തിയിട്ടുണ്ട്, Ace എന്ന് 10 വരെ. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുമായിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കാൻ, നമ്മൾ പറയില്ല ഒരു ലെഗസി എന്ന് പറയും, അതായത് എന്താ പറയുക, കുടുംബ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എനർജിയാണ് അവർക്ക്. ശരിക്കും നിങ്ങൾ കൂടെ ഒരു കുട്ടികൾ, മക്കൾ, ഫാമിലി, ഒരു നല്ലൊരു ഇത് ബിൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹങ്ങളൊക്കെ. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ്, ഇപ്പം നിങ്ങൾക്ക് സിംഗിൾസ് ആണെങ്കിൽ യെസ് അവരിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുകയും ചെയ്യും. അല്ലാത്തവർക്ക് മേ ബി ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ കുറച്ച് മാറ്റം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഞാൻ വേറെ നൊറക്കൾ വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഒരു മെസ്സേജായിട്ട് പറയുന്നുണ്ടോ ഞാൻ നോക്കാം. ഞാൻ 2-3 എടുത്തിട്ട് പറയാം. ഓക്കെ, കാർഡ് മറക്കേണ്ടി വരും എനിക്ക്. 2 of Swords, King of Wands ആൻഡ് Knight of Wands. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 5 of Coins. ഞാനിപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, ഒന്ന് അകന്ന് നിൽക്കുന്നുണ്ട്. അത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് ഒരിക്കലും കരുതരുത്, നിന്നോടുള്ള ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടാണെന്ന് കരുതരുത്. ഓക്കെ, ഇവിടെ വിട്ട് നിൽക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്, എനിക്കും സങ്കടമുണ്ട്. ഞാൻ ഒരുപാട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഈ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, എൻ്റെ ചിന്തകളിൽ എപ്പോഴും നീയുണ്ട്. ഇവിടെ പക്ഷേ എനിക്ക് ഉറച്ച ഒരു തീരുമാനം എടുക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. അതിനുള്ള സമയമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് നമ്മൾ തമ്മിൽ ഒരു ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിട്ടു പോകുമെന്ന് ഒരിക്കലും നീ കരുതരുത്. തീർച്ചയായിട്ടും നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരും. പക്ഷേ ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കിപ്പോഴും ചില കൺഫ്യൂഷനുണ്ട്. നമുക്കത് മുന്നോട്ട് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ വിട്ടുപോയി എന്നൊരിക്കലും കരുതരുത്. ചില സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഞാനൊന്ന് മാറി നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾ തമ്മിൽ എന്തായാലും എനിക്ക് ആ ഒരു ബന്ധം വേണം എന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് കൺഫ്യൂഷനാണ് ഇവിടെ, സിറ്റുവേഷൻസിൻ്റെ കാരണമാണ്. ഓക്കെ, ബട്ട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പറയില്ലേ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ തന്നെ പറ്റുമോ, ഇൻ ആൻഡ് ഔട്ട് പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ നിങ്ങളൊക്കെ ആണോ, അതൊക്കെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, സോ ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.